ഒറ്റയാൻ അഥവാ ഒറ്റയ്ക്ക് നടക്കുന്ന ആനകൾ കൂടുതൽ അപകടകാരിയാണെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? എന്തുകൊണ്ടാണെന്നറിയാവോ? ഒറ്റയ്ക്ക് നടക്കുന്ന ആനകൾക്ക് ദേഷ്യം കൂടുതലായിരിക്കും. അവ എങ്ങനെ എപ്പോൾ ആക്രമിക്കുമെന്ന് പറയാൻ പറ്റില്ല. അവ എങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സാധാരണ ആനകൾക്കുണ്ടാകുന്ന ശാന്തതയൊന്നും ഉണ്ടാകാറില്ല. ആനകൾ സമൂഹത്തിൽ അവരുടെ കൂട്ടത്തിൽ ജീവിക്കുന്നത് കൊണ്ട് അതിൽ നിന്നും തെറ്റിക്കഴിഞ്ഞാൽ അവയുടെ മനസ്സിന് താളം തെറ്റും എന്നുള്ളത് ഒറ്റയാൻ എന്ന ഒറ്റ വാക്കിൽ തന്നെ മനസ്സിലാക്കാം. മനുഷ്യന്റെ അവസ്ഥയും ഇത് തന്നെയാണ്. മനുഷ്യരിലുമുണ്ട് ഒറ്റയാന്മാർ. മനുഷ്യരെന്ന് പറയുന്നത് സാമൂഹ്യ ജീവികളാണ്. അതായത് സമൂഹത്തിൽ മറ്റുള്ള മനുഷ്യരോട് ഇടപെട്ട് അവരോട് ആശയവിനിമയം നടത്തി സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് മനുഷ്യർ. എന്നാൽ എപ്പോഴാണോ സമൂഹത്തിൽ നിന്ന് മാറി ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നത്, എപ്പോഴാണോ മനുഷ്യന് മറ്റുള്ളവരുമായി മിങ്കിൾ ചെയ്യാതെ ആരോടും അധികം സംസാരിക്കാതിരിക്കുന്നത്, അവർ ഒറ്റയാന്മാരാണ്. സ്ത്രീകളിലും പുരുഷന്മാരിലും ഇത്തരത്തിലുള്ള ഒറ്റയാന്മാരെ കണ്ടുമുട്ടാം. ഇവരുടെ പ്രശ്നം എന്തെന്നറിയാവോ? ഇവർ പലപ്പോഴും അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ശരിയെന്ന് വിശ്വസിക്കും. പലപ്പോഴും ഇവർക്ക് ചെറിയ കാര്യങ്ങളിൽ ദേഷ്യം വരും, പെട്ടെന്ന് അവർ ഇറിറ്റേറ്റഡ് ആവും, അവർ കൂടുതലും ഡിപ്രസ്ഡ് ആവും. സാധാരണ സമൂഹത്തിൽ മറ്റുള്ളവരോട് ഇടപഴകി ജീവിക്കുന്നവർക്ക് അവർ കേൾക്കുന്ന കാര്യങ്ങൾക്ക് വലിയ പ്രോബ്ലം ഒന്നുമില്ല, അവർക്ക് ചിരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. എന്നാൽ ഒറ്റയാന്മാരാണെങ്കിലോ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും, അവർ പെട്ടെന്ന് വയലന്റ് ആവും, തിരിച്ച് ആക്രമിക്കും. എങ്ങനെ വന്നു എന്ന് വരാം. എപ്പോഴൊക്കെ മനുഷ്യർ സമൂഹത്തിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കുമോ അപ്പോഴൊക്കെ അവന്റെ നോർമൽ ആയിട്ടുള്ള സന്തോഷത്തിനും സമാധാനത്തിനും താളം തെറ്റൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കോവിഡ് കാലം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളെല്ലാം വീട്ടിനകത്ത് അടച്ചിരിക്കുന്ന ഒരു അവസ്ഥ എത്രത്തോളം നമുക്ക് മനസ്സിന് പ്രോബ്ലം ഉണ്ടാക്കിയിട്ടുണ്ട്. കോവിഡ് കാലം ഉണ്ടാക്കിയിട്ടുള്ള മെന്റൽ ഇമ്പാക്ട് ഇപ്പോഴും നമ്മളിൽ പലർക്കും മാറിയിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോഴും പലർക്കും നോർമൽ ആകാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. അന്ന് തുടങ്ങിയ ഉറക്കക്കുറവും മാനസിക പിരിമുറുക്കവും ഇപ്പോഴും പലരെ അലട്ടുന്നുണ്ട്. ഇതേ അവസ്ഥ തന്നെയാണ് സമൂഹത്തിൽ നിന്ന് മാറി നടക്കുന്ന ഒറ്റയ്ക്കിരിക്കുന്ന ആൾക്കാർക്ക് സംഭവിക്കുന്നത്. ഉറക്കക്കുറവ് മുതൽ സമാധാനമില്ലാത്ത ഒരു കാര്യവും സന്തോഷത്തോടെ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഇത്തരക്കാർ പോയി എന്ന് വരാം. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്, ഒറ്റയാന്മാരല്ല. കഴിയുന്നത്ര സമൂഹത്തിൽ മറ്റുള്ളവരുമായി ഇടകലർന്ന് ജീവിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കുട്ടികളെ ചെറുപ്പം മുതലേ ഇത് പഠിപ്പിക്കുക. കൂട്ടുകാരുമായും വീട്ടിലുള്ള അല്ലെങ്കിൽ സമൂഹത്തിലുള്ള മറ്റുള്ളവരുമായി കൂടുതൽ മിങ്കിൾ ചെയ്യാനായിട്ട് ശീലിപ്പിക്കുക. കുട്ടികളെ നോർമൽ മനുഷ്യരായിട്ട് വളർത്തുക, ഒറ്റയാന്മാരാക്കരുത്.